ഹായ്, ഞാനിന്ന് കീറ്റോ ഡയറ്റ് അഥവാ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. ഒരു വ്യത്യസ്തമായ രുചിയിൽ നമുക്കൊന്ന് ചെമ്മീൻ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് 2-3 കഷ്ണം കൊടംപുളി ചേർത്ത് വേവിക്കണം. പിന്നെ വേണ്ടത് ധാരാളമായിട്ട് ആൽമണ്ട്സ് ആണ്. ഞാനൊരു 2 പിടിയോളം ആൽമണ്ട്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കുതിർത്തിട്ടുണ്ട്. കുറച്ച് ആൽമണ്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുമുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. വേറെ മസാലകളോ സ്പൈസസോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. വേറെ ഓയിലൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, ബട്ടറാണ്. കാരണം കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഫാറ്റ് കൂടുതലുള്ളതും കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ളതുമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ റെസിപ്പി ഞാൻ ചെയ്യുന്നത്. എന്നാലും മറ്റുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബട്ടർ ഉരുകുമ്പോൾ അതിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. ഇത് ഈ ബട്ടറിൽ കിടന്ന് നല്ലോണം ഒന്ന് മൂക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒക്കെ മാറി നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. വല്ലാതെ ബ്രൗൺ ആവണ്ട. ഇപ്പം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും അതിൻ്റെ കൂടെ ഒരു 3 ചെറിയ കഷ്ണം കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ കഴിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് കുടംപുളി കൂടി ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പുളിയും കൂടി നമുക്ക് കിട്ടും. ഈ ചെമ്മീൻ വേവാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെമ്മീൻ കഴുകി വെള്ളം മാറ്റിയതാണെങ്കിലും നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഈ ഉപ്പിലും കുരുമുളകിലും കുടംപുളിയിലും ബട്ടറിലും എല്ലാം കിടന്ന് ഈ ചെമ്മീൻ ഒന്ന് വേവട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആൽമണ്ട്സ് ഒന്ന് അരച്ചെടുക്കണം. നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ആൽമണ്ട്സ് അതേ വെള്ളത്തോടു കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ബൗളിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ആൽമണ്ട്സ് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ എന്തായെന്ന് നോക്കാം. ചെമ്മീൻ ഒരുവിധം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെമ്മീൻ വെന്ത് നല്ല ചുരുങ്ങി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളവും വിട്ടു വന്നിട്ടുണ്ട്. ആ ബട്ടറിലൊക്കെ കിടന്ന് വേവുന്നതുകൊണ്ടൊരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം ഇപ്പോൾ ബാക്കിയുണ്ട്. ചെമ്മീനൊന്ന് ചുരുങ്ങിയിട്ടുമുണ്ട്.
ഒരു 10 മിനിറ്റിൽ തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. ചെമ്മീൻ ഓവർ കുക്കായാലും ഹാർഡായി പോകും, അത് ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടി വെള്ളം വറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇനി നമ്മൾ ആൽമണ്ട് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ, ആൽമണ്ട് പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളും. ഞാൻ വെള്ളം ഒന്നുകൂടി വറ്റിച്ചു. ഇതിപ്പോൾ ശരിക്കും ഡ്രൈ ആയി. ഇനി ഇതിലേക്കാണ് ആൽമണ്ട് പേസ്റ്റ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ പച്ചമുളക് ഇപ്പോൾ ചേർത്തിട്ടില്ല, അത് വല്ലാതെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം പച്ചമുളക് ചേർക്കാം. ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളകും മാത്രമാണ്. ആ പച്ചമുളക് വല്ലാതെ വേവാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആൽമണ്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ ഈ ആൽമണ്ട് ഇരുന്ന് വീണ്ടും കട്ടിയാകും. അങ്ങനെയാണെങ്കിൽ ചൂടാക്കുമ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതിങ്ങനെ എടുത്ത് വരുമ്പോൾ ഒരു പാല് പോലെ വരും, പക്ഷേ അത് നമ്മൾ ഇളക്കി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കട്ടിയാവും. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഗ്രേവിക്കും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇളക്കി വരുമ്പോൾ തന്നെ കട്ടിയാവുന്നുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ആ കുടംപുളിയുടെ പുളിയും ഉപ്പും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായവും പറയണം. ലാസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്ത ആൽമണ്ട്സും ഇട്ട് കൊടുക്കാം. മല്ലിയിലയും തൂകാം. നമ്മുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലായി. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. Thank you for watching.